ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിൽ ഇപ്പോൾ പുതിയൊരു കാര്യമാണ് ഹിറ്റ്ലർ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ പൊക്കി പിടിക്കുന്ന ആൾക്കാർ. അതായത് ജൂതന്മാരായിട്ടുള്ള ആൾക്കാരെ പണ്ട് കൊന്നുതള്ളിയ വ്യക്തിയാണ് ഹിറ്റ്ലർ. സോ ഇപ്പോൾ ഈ ഒരു ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിൽ ഈ പാലസ്തീൻ സപ്പോർട്ടേഴ്സ്, ഹമാസ് ലവർ ബോയ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ജൂതന്മാരെ കൊന്നുതള്ളിയിട്ടുള്ള ഈ ഹിറ്റ്ലർ നല്ല വ്യക്തിയായിരുന്നെന്നും ഹിറ്റ്ലർ റോൾ മോഡലാണെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തിനെയാണോ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത് ആ ഒരു കൺസെപ്റ്റിനെ കാറ്റിൽ പറത്തിക്കൊണ്ടല്ല നിങ്ങൾ ഹിറ്റ്ലറിനെ പിടിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ പറയുന്നത് എന്താണ്, ജൂതന്മാരായിട്ടുള്ള ഇസ്രായേൽ ജനത പാലസ്തീൻകാരെ കൊല്ലുക എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഹിറ്റ്ലറിനെ പൊക്കി പിടിക്കുമ്പോഴത്തേക്കും ഹിറ്റ്ലർ ഇവരെ കൊന്നതാണ്, ട്രയാങ്കിൾ പോലെ വന്നില്ലേ, ലൂപ്പായി പോയില്ലേ. അപ്പോൾ ഇതാണ്, അതായത് എന്തൊക്കെ ചില ഐഡിയോളജീസ് അല്ലെങ്കിൽ അജണ്ടയുടെ പേരിൽ ഒരു മോശക്കാരനായിട്ടുള്ള വ്യക്തിയെ വരെ പോസിറ്റീവ് ആകാൻ നോക്കുവാണ്. എന്നിട്ട് അവർ വിളിക്കുന്നത് എങ്ങനെയാണ്, ഫ്രീഡം ഫൈറ്റേഴ്സ്, ഹമാസ് ഫ്രീഡം ഫൈറ്റേഴ്സ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീഡം വേണമെന്ന് പറയുവാണ്. ഈ ഫ്രീഡം വേണമെന്ന് പറയുന്നവരെ പാലസ്തീൻകാരെക്കാളും കൂടുതൽ കരച്ചിൽ ഈ ഇന്ത്യയിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും യു കെയിലുള്ളവർക്കും വരെ കെട്ടാത്തലമുറക്കിനൊക്കെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആ ഒരു ഇഷ്യൂവിനെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജനിക്കണം, ഇസ്രായേലിലോ പാലസ്തീനിലോ ജനിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂവിന് ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു ബിഗ് ഹിസ്റ്ററി ഉണ്ട്, ഡീപ്പ് ഹിസ്റ്ററി ഉണ്ട്, ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, ജിയോഗ്രഫിക്കൽ കൺഫ്ലിക്ട്സ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സും ഫാക്ട്സും അടങ്ങുന്ന ഇഷ്യൂ ആണ്. ചുമ്മാ ഒരു സൈഡിൽ നിന്ന് നോക്കിയിട്ട് ഓക്കെ ഞാൻ ഇന്ന് ഇവരുടെ കൂടെ, ഞാൻ ഇന്ന് അവരുടെ കൂടെ, ഇസ്രായേലിൻ്റെ കൂടെ, പാലസ്തീനോട് എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ഏരിയ ജനിച്ചു വളർന്ന ആളല്ലേ, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു കുന്തും അറിയത്തില്ലേ, മിണ്ടാതിരിക്കുക. ചുറ്റും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ മിണ്ടാതിരിക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് മറ്റേ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകാതിരുന്നതിനെ, കുറേ മൂഞ്ചിയ ഇൻ്റർനെറ്റിൽ മീംസും കാര്യങ്ങളും ട്രോൾസും ഡിബേറ്റ്സും കൂട്ടക്കരച്ചിലൊക്കെ ഇല്ലാതായി പോയതിനെ. ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ബിക്കോസ് ആ ഒരു ഇഷ്യൂ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവിടെ ജനിച്ച് വളർന്നിട്ടുള്ള അവിടുത്തെ ആൾക്കാർക്ക് അതിൽ ഡെപ്ത് മനസ്സിലാകത്തുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഇസ്രായേൽ പാലസ്തീനെ അറ്റാക്ക് ചെയ്യുവാണെന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഹമാസ് എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ്, അതായത് പാലസ്തീൻകാർ തന്നെ പറഞ്ഞു അവർക്ക് ഹമാസിന് താല്പര്യമില്ലെന്ന്. പാലസ്തീനിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ കരയുന്നത്, ആർക്ക് വേണ്ടിയാണോ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത്, ആ പാവം ജനങ്ങൾ തന്നെ പറഞ്ഞു ഹമാസ് മോശക്കാരാണ്. അപ്പോൾ ആ ഒരു ഹമാസ് എന്ന് പറഞ്ഞ ജനത ഒക്ടോബർ 7 ഇത് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇസ്രായേലിൽ കയറി. ഓക്കെ, സോ അതാണ് പറഞ്ഞത്, നമ്മുടെ ഫൈറ്റ് അല്ല ഇത്, ഇറ്റ്സ് ദെയർ ഫൈറ്റ്. ഓക്കെ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ഫൈറ്റാണ്, നമ്മുടെ ഫൈറ്റ് അല്ലത്. ഓക്കെ, ഹിറ്റ്ലറിനെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. ഹിറ്റ്ലറിനെ പോലെ ഒരു മോശം ഫിഗറിനെ കൊണ്ടുവന്നിട്ട് ജൂതന്മാരെ കൊണ്ട് വെറുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ മക്കളെ അവർ തിരിച്ചടിക്കും, വീണ്ടും കയറി. അത്രയൊക്കെ ഉള്ളൂ. ഇതൊരു ലൂപ്പായിട്ട് ഇപ്പം പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരാണ് അവരെ കൊല്ലാക്കൊലയും കൊടുക്കുക. മിണ്ടാതിരിക്കണം ഗായ്സ്. ഓക്കെ, അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഓക്കെ, അതായത് ഈ ഒരു ഇഷ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഹമാസ് എന്താ കാണിച്ചേക്കുന്ന ഒക്ടോബർ 7 കയറി. ഇറ്റ്സ് ദെയർ ഫൈറ്റ്, അവരുടെ വാറാണ്. അവരങ്ങും ഇങ്ങും അടിച്ചും കൊന്നൊക്കെ തീർക്കും. അത് ഇതിപ്പം നാളെ തീർക്കാൻ പറ്റുമോ, പീസ് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. കാരണം ബോത്ത് പാർട്ടീസ് ഹാവ് ഡൺ സം തിങ്സ്. പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു വാറാണ്. സോ വാർ ഷുഡ് എൻഡ് ലൈക്ക് ഹൗ എ നോർമൽ വാർ ഷുഡ് എൻഡ്. അങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞത് തന്നെ ഇതിൽ ഹിസ്റ്ററി ഉണ്ട്, ഫാക്ട്സ് ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയാൽ പോലും നമുക്ക് അവർ മീൻസ് ദ പീപ്പിൾ ഹു ആർ ബീയിങ് ഇൻ വാർ റൈറ്റ് നൗ അവരുടെ മൈൻഡ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അത് അവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഇന്ത്യയിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും യു കെയിലുള്ളവർക്കും മറ്റേ കാനഡയിലുള്ളവർക്കൊക്കെ പോയിട്ട് ഹമാസ് പ്രൊട്ടസ്റ്റ്, ഹമാസ് ഫാൻസ്, ഹമാസ് ലവർ ബോയ്സ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത് ഹിറ്റ്ലറിനെയൊക്കെ പൊക്കിപ്പിടിച്ച് ഹിറ്റ്ലറാണ് നല്ലവൻ, ഹിറ്റ്ലർ കൊണ്ട് ജൂതന്മാരെ കൊന്നുകൊണ്ട് ഹിറ്റ്ലർ ബെറ്റർ ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് അറിഞ്ഞോ അറിയാതെ ജൂതന്മാരെ ഹർട്ട് ചെയ്യും. അവർ തിരിച്ച് നിങ്ങൾ ആരെയാണോ ഇങ്ങനെ വിരിച്ചു പിടിച്ച് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത് അല്ലെങ്കിൽ രക്ഷിക്കാൻ നോക്കുന്നത് അവരെ തന്നെ അടിക്കുകയും ചെയ്തു. അത് ലൂപ്പായിട്ട് മാറും. കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ആ പാലസ്തീനിലെ പാവം ജനങ്ങളെ ഉപദ്രവിക്കുകയാണ്. അത് ആ പാലസ്തീൻകാർ തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പാലസ്തീൻ ജനതനെയാണെന്നുണ്ടെങ്കിൽ യു വിൽ സ്റ്റിക്ക് വിത്ത് പീസ്. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഹിറ്റ്ലറിനെയാണ്, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഹമാസിനെയാണ്. ഒരു ടെറർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ഹിറ്റ്ലറിനെയാണ്. അപ്പോൾ പാലസ്തീൻ സപ്പോർട്ട് സത്യം പറഞ്ഞാൽ എവിടെ ഇല്ല. പാലസ്തീനെ സപ്പോർട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. പാലസ്തീൻ ജനതയുടെ പേര് പറഞ്ഞ് അവരെ കളിയാക്കുവാണ്. അതായത് അവരെ നിങ്ങളിങ്ങനെ എന്താ പറയുക, ഒരു പുല്ല് വില കൊടുക്കുന്നവർക്ക്. കാരണം അവരുടെ പേര് പറഞ്ഞ് തുടങ്ങിയ ഫൈറ്റിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഹമാസിനെയും ഹിറ്റ്ലറിനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഈ നിങ്ങൾ അവകാശപ്പെടുന്ന ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളായിട്ടുള്ള പാലസ്തീൻകാരോടെ ഇല്ല. നിങ്ങൾക്ക് വേണ്ടത് പീസല്ല,
ഈ പാലസ്തീൻ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാലസ്തീൻ സപ്പോർട്ടേഴ്സ് എന്ന് സ്വയം വിളിക്കുന്ന ഹമാസ് ലവർ ബോയ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? പീസല്ല. നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കത്തുന്ന തീയിലേക്ക് കുറച്ച് പെട്രോളും മണ്ണൊക്കെ വാരി ഒഴിച്ച് ആളി കത്തിക്കുക എന്നുള്ളതാണ്. കത്തിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇത് നമ്മുടെ ഫൈറ്റ് അല്ല. ഓക്കെ, നിങ്ങളൊരു ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇഷ്യൂവിൽ കൺസേൺ ആവണമെന്നില്ല. മനുഷ്യനായിട്ട് കൺസേൺ ആകുക. നിങ്ങളൊരു മനുഷ്യനായതുകൊണ്ട് കൺസേൺ ആയെന്ന് പറയുക. ആക്ച്വലി പലരും സംഭവിക്കുന്നത് എന്താണ്? ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരന്മാർ ഇതിൽ കൺസേൺ ആവുകയാണ്. കാരണം ഞങ്ങളുടെ മതം വിശ്വസിക്കുന്ന ആൾക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ പ്രശ്നത്തിലാണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കൺസേൺ ആകാതിരിക്കുക. മനുഷ്യനായിട്ട് കൺസേൺ ആകുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? അവിടെയും കൊല്ലപ്പെടുന്നു, ഇവിടെയും കൊല്ലപ്പെടുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഒരു എൻഡ് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. അല്ലാതെ ഒരാളെ അടിച്ചമർത്തി ഒരാളെ കൊന്നിട്ട് എൻഡ് ഉണ്ടാകണം എന്ന് കരുതുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ ഹോപ്പ് ചെയ്യുക, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, ഇത് പീസ്ഫുള്ളായിട്ട് എൻഡ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക. നിങ്ങളൊരു മതത്തിൻ്റെ കണ്ണുകൊണ്ടൊന്നും കാണില്ല. നിങ്ങളിതിനെ ഒരു മനുഷ്യനായിട്ട് കാണുക. എല്ലാവരും മനുഷ്യനായിട്ട് കാണുക. അങ്ങനെ നോക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ കയറി പറയാനുള്ള അവകാശമില്ല. കാരണം ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ് ദാറ്റ് ബീൻ ഗോയിങ് ഓൺ ഫോർ ഇയേഴ്സ്. അതിനിടയിലുള്ള ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെയുള്ള ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, ജിയോഗ്രഫിക്കൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്. സോ നമ്മുടെ ഫൈറ്റ് അല്ലത്. ഞാൻ എപ്പോഴും പറഞ്ഞത് നമ്മുടെ ഫൈറ്റ് അല്ലത്. ഈ കെറ്റാത്തർബർഗ് ആയാലും ലോകത്തുള്ള സകല പ്രൊട്ടസ്റ്റേഴ്സ് ആയാലും കേൾക്കുക, നമ്മുടെ ഫൈറ്റ് അല്ലത്. ഇറ്റ്സ് ദെയർ ഫൈറ്റ്. ഇസ്രായേൽ പാലസ്തീൻ ദെയർ ഫൈറ്റ്. ലെറ്റ് ദം ഡു ഇറ്റ്. ലെറ്റ് ദം ഡു ഇറ്റ്. നമുക്ക് മനുഷ്യരായിട്ട് കണ്ടുകൊണ്ട് അതിനെ പീസ്ഫുള്ളായിട്ട് എൻഡ് ചെയ്യാമെന്ന് ഹോപ്പ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. പാലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്തോ, ആരെ വേണ്ടി സപ്പോർട്ട് ചെയ്തോ, ഹമാസ് എന്ന് പറഞ്ഞ ടെറർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടമല്ല ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഇത് നിങ്ങളുടെ ഫൈറ്റ് അല്ല, ഇറ്റ്സ് ദെയർ ഫൈറ്റ്. അത് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നിങ്ങൾ എവിടെ ജീവിക്കുന്നോ, ഇപ്പോൾ ഇന്ത്യക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ കാര്യം ഫോക്കസ് ചെയ്യുക. ഇവിടെ പെഹൽഗാമിൽ അറ്റാക്ക് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അന്നിവിടെ ആരും കരയാനും കുടിപിടിക്കാനൊന്നും ഇല്ലായിരുന്നു. ഇവിടെ സ്റ്റാറ്റസൊക്കെ കിട്ടും, ഭയങ്കര സ്റ്റാറ്റസ് കിട്ടും. ഈ പാലസ്തീനിലെ ഹമാസിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്നതിൻ്റെ 10 എഫേർട്ട് ഇവിടെ മരിച്ച പാവങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ടോ? ഈ ഹമാസോടെ ചോദിക്കുന്നത്, ഹമാസിലെ ബോയ്സോടെ ചോദിക്കുന്നത്. പാലസ്തീൻ ജനതയെ തന്നെ കഷ്ടത്തിലാക്കുക എന്ന് പറയുന്ന ഹമാസ്. എന്നിട്ട് ആ പറയുന്ന ഹമാസിന് വേണ്ടി നിങ്ങൾ ഒപ്പിച്ചേക്കുന്ന എന്തെങ്കിലും ഒന്ന് ഇവിടെ പെഹൽഗാമിൽ മരിച്ച നമ്മുടെ പാവം പ്രദർശന സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ഇതൊരു കോമാളിക്കളിയായിട്ട് മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് എവറിത്തിങ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഫക്കിംഗ് ലൈഫ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമ്മുടെ ഫൈറ്റ് അല്ല, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.